നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ റൂമിൽ നിന്ന് 1 കോടിയുടെ ചിതലരിച്ച നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ഇപ്പോൾ വ്യാപക റെയ്ഡിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് സംഘം. ഇതുകൂടാതെ ഈ വിദ്യാർത്ഥി യൂണിയൻ റൂമിൽ നിന്ന് കണ്ടെടുത്ത മറ്റു ചില ഞെട്ടിപ്പിക്കുന്ന വസ്തുക്കളുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കോണ്ടവും മദ്യക്കുപ്പികളും അതിമാരക ആയുധങ്ങളും ഒക്കെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതോടെയാണ് ശക്തമായ റെയ്ഡ് ഇപ്പോൾ പല കോളേജുകളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സംഭവമല്ല പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും പിടിച്ചുലച്ചുകൊണ്ടാണ് കൊൽക്കത്തയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കൊൽക്കത്തയിലെ അതിപ്രശസ്തമായ സുരേന്ദ്രനാഥ് കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ മുറിയിൽ നിന്നും 1 കോടിയോളം രൂപയുടെ കള്ളപ്പണവും മാരക ആയുധങ്ങളും മദ്യക്കുപ്പികളും പോലീസ് പിടിച്ചെടുത്തത്. സംഭവം പുറത്തായതോടെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇത് വൻ ഭൂകമ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതോടെ സർക്കാരിന് നേരെ വലിയ ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. എല്ലാ കോളേജുകളിലും റെയ്ഡ് ആവശ്യമാണ് എന്ന്. സംസ്ഥാനത്തുടനീളം ഇതുപോലെ ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ടെന്നും അവിടെയൊക്കെ ഇതുവരെ തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടങ്ങളിലേക്കൊന്നും ഒരു റെയ്ഡോ മറ്റും നടന്നിട്ടില്ല എന്നും ഇതുകൊണ്ട് തന്നെ ഈ കലാലയങ്ങൾ ഒരു ഭീകര കേന്ദ്രങ്ങളെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഇനി ഇതിലെല്ലാം ഒരു പൊളിച്ചെഴുത്ത് വേണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഇതോടെയാണ് പല ക്യാമ്പസുകളിലേക്കും ഇപ്പോൾ റെയ്ഡിന് ആഹ്വാനം ഇട്ടിരിക്കുകയാണ് ഭരണകൂടം. 2 പെട്ടികളിലായി ദീർഘകാലം സൂക്ഷിച്ചത് കാരണം ചിതലരിച്ച് ജീർണിച്ച നിലയിലുള്ള നോട്ടുകെട്ടുകളും ഇതിനൊപ്പം പഴയ തോക്കുകളും ഗർഭനിരോധന ഉറകളും വരെ കണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നു എന്നത് ക്യാമ്പസിലെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി പൂട്ടിക്കിടക്കുകയായിരുന്ന വിദ്യാർത്ഥി യൂണിയൻ മുറി വൃത്തിയാക്കുന്നതിനായി തുറന്ന കോളേജ് അധികൃതരും ശുചീകരണ തൊഴിലാളികളുമാണ് മുറിക്കുള്ളിലെ അവിശ്വസനീയമായ കാഴ്ച കണ്ട് ഞെട്ടിയത്. ഉടൻ തന്നെ ഇവർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. യൂണിയൻ മുറിയിലെ പഴയൊരു അലമാരയിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 2 വലിയ പെട്ടികളിൽ നിന്നാണ് 100, 500 രൂപ നോട്ടുകളുടെ വൻ ശേഖരം കണ്ടെത്തിയത്. ദീർഘകാലം ഈ പെട്ടി സൂക്ഷിച്ചതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെ സിംഹഭാഗവും ചിതലെടുത്ത് പൂർണ്ണമായും നശിച്ച ഒരു നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഏകദേശം 1 കോടിയോളം രൂപ ഈ പെട്ടികളിൽ ഉണ്ട് എന്ന് പ്രാഥമിക കണക്ക്. ഇതിനു പുറമെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് യൂണിയൻ മുറിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു മാരക റിവോൾവറും കണ്ടെത്തിയിരുന്നു. ഇത് കൂടാതെ മറ്റ് ആയുധങ്ങളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളാണ് ഇവിടെ നിന്ന് സ്ഥലത്തെത്തിയ മുച്ചിപ്പാറ പോലീസ് ഇൻസ്പെക്ടർ കണ്ടെടുത്തത്. വെറുമൊരു യൂണിയൻ ഓഫീസ് ആയിരുന്നില്ല ഇത്, മറിച്ച് ഭരണകക്ഷി ഗുണ്ടകളുടെ സുഖവാസ കേന്ദ്രമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എയർ കണ്ടീഷണർ, അറ്റാച്ച്ഡ് ബാത്റൂം, വില കൂടിയ കിടക്കകൾ, തലയിണകൾ തുടങ്ങിയ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഈ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. കഞ്ചാവ്, മദ്യലഹരി പാർട്ടികൾക്കും പെൺവാണിഭംഗങ്ങൾക്കും വരെ ഈ മുറി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കോണ്ടവും മദ്യക്കുപ്പികളും കണ്ടെത്തിയതിലൂടെ വ്യക്തമാകുന്നത്. 2019 ശേഷം കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ നടക്കാത്തതിനെ തുടർന്ന് 2025 കൊൽക്കത്ത ഹൈക്കോടതിയുടെ കർശന ഉത്തരവ് പ്രകാരമാണ് ഈ യൂണിയൻ മുറികൾ ഔദ്യോഗികമായി പൂട്ടിയത്. എന്നാൽ ഔദ്യോഗികമായി യൂണിയൻ നിലവിലില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ ഛാത്ര പരിഷത്ത് നേതാക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഈ മുറികളെന്ന് ആരോപിക്കപ്പെടുന്നു. തൃണമൂൽ ഭരണകാലത്ത് ടെറസ് ഫെസിലിറ്റി എന്ന ആഡംബര പേരിട്ടാണ് ഈ മുറികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് യൂണിയൻ ഫീസായി വെറും 50 രൂപ മുതൽ 100 രൂപ വരെ മാത്രം ഈടാക്കുന്ന കോളേജിൽ യൂണിയൻ ഫണ്ടിലേക്ക് എങ്ങനെ ഇത്രയും കോടികൾ വന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തൃണമൂൽ നേതാക്കൾ നടത്തിയ വൻ അഴിമതി പണമാണ് ഇതെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണം. മെറിറ്റ് ഉള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ തഴഞ്ഞ് ഓരോ സീറ്റിനും 20,000 മുതൽ 50,000 രൂപ വരെ കോഴ വാങ്ങിയാണ് ക്യാമ്പസിൽ അഡ്മിഷൻ നൽകിയിരുന്നത്. കൂടാതെ കോളേജ് ഫെസ്റ്റുകളും മറ്റ് പരിപാടികളും നടത്തുന്നതിന്റെ പേരിൽ വ്യാപാരികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിരിച്ചെടുത്ത പണവും ഇതിലുണ്ടെന്ന് സംശയിക്കുന്നു. എന്നാൽ ഇത്രയും വലിയ തുക എങ്ങനെ ഇവിടെ ദീർഘകാലം മറന്നു വെച്ചു എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സംഭവം വൻ വിവാദമായതോടെ നാണക്കേട് ഭയന്ന ബംഗാൾ സർക്കാർ സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് കോളേജുകളിലും സർവകലാശാലകളിലും യൂണിയൻ ഫീസ് പിരിക്കുന്നത് അടിയന്തരമായി നിർത്തലാക്കിക്കൊണ്ട് പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, മറ്റ് ചില കോളേജുകളിലൂടെ റെയ്ഡിന് ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഗുണ്ടാ വിളയാട്ടമുള്ള ചില കോളേജുകളൊക്കെ ഉണ്ട്. അവിടെ അതിശക്തമായ റെയ്ഡും വേണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്.
തൃണമൂൽ കോൺഗ്രസിന്റെ കാലത്ത് അഴിഞ്ഞാട്ടമാണ് നടന്നിരുന്നത് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. എന്നാൽ തൃണമൂൽ ഇതിന് മറുപടി പറയുന്നത് ക്യാമ്പസുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണോ ഉണ്ടായിരുന്നതെന്നും CPM-ന്റെയും BJP-യുടെയും ഒക്കെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും മൊത്തത്തിൽ ഒരു ശുദ്ധികലശം സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ ആവശ്യമാണ് എന്നുള്ള വാദം ഇപ്പോൾ ഉയരുകയാണ്. ഇത് നിസ്സാരവൽക്കരിക്കാൻ കഴിയുകയില്ല. കാരണം ബംഗാളിൽ എപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അത് കലാപത്തിലേക്ക് എത്താറാണ് പതിവ്. അതായത് ചെറിയ സമരങ്ങൾ പോലും വലിയ കലാപമായി മാറാറുണ്ട്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതിൽ ഇത്തരത്തിൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വലിയ ഒരു ആരോപണം ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധികലശം കോളേജുകളിൽ ആവശ്യമാണെന്നും ഇത്തരത്തിലെ ഗുണ്ടകളെ ഉടൻ തന്നെ തൂക്കി അകത്തിടണമെന്നും ഇവരെ കോളേജിൽ പോലും പ്രവേശിപ്പിക്കരുത് എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. ചിതലരിച്ച ഈ പണത്തോടൊപ്പം ഈ പറയുന്ന കോണ്ടവും മദ്യക്കുപ്പികളും അതിമാരക ആയുധങ്ങളും തോക്കുൾപ്പെടെ കണ്ടെത്തിയത് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നതല്ല. കോളേജുകളിൽ എത്രത്തോളം വലിയ അരാജകത്വമായിരുന്നു നിലനിന്നിരുന്നത് എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാകുകയാണ്. ഗർഭനിരോധന ഉറകളൊക്കെ ഒരുപാട് കവറുകളിൽ കെട്ടിയാണ് ഈ മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. ഇതുൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുൻപത്തെ വിദ്യാർത്ഥി യൂണിയനിലുണ്ടായിരുന്ന ചിലരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. ബംഗാളിൽ വലിയൊരു പൊളിച്ചെഴുത്താണ് BJP സർക്കാർ വന്നതോടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവേന്ദു അധികാരിക്ക് തൃണമൂൽ കോൺഗ്രസ് എവിടെ വരെ പോകും, അവരുടെ ഗുണ്ടാ വിളയാട്ടം ഏത് ലെവൽ വരെ ഉണ്ട് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മർമ്മം നോക്കി അടിക്കാൻ തന്നെയാണ് സുവേന്ദു അധികാരി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മമതാ ബാനർജിക്ക് കൊള്ളുന്നത് എവിടെയാണോ അവിടെ തന്നെ അടിക്കാനാണ് സുവേന്ദുവിന്റെ തീരുമാനം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ് ബംഗാളിലെ ജനങ്ങൾ. ഇതുകൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബംഗാളിൽ മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് പോലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമില്ലാത്തതോടെ മമതയ്ക്ക് വെറി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് BJP സർക്കാർ തിരക്കിട്ട പല നീക്കങ്ങളിലേക്കും കടക്കുന്നത്. ഇതെല്ലാം മമതയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. മമതയെ തൂക്കി അകത്തിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് അമിത് ഷായ്ക്കും സുവേന്ദു അധികാരിക്കുമുള്ളത്. എന്തായാലും ഇപ്പോൾ കോളേജിൽ നടന്നിരിക്കുന്ന ഈ ഒരു വേട്ട വലിയ കള്ളപ്പണ വേട്ടയിലേക്ക് കൂടി കടക്കുമോ എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പല കേന്ദ്രങ്ങളിലേക്കും പോലീസ് ഉടൻ തന്നെ കയറി ഇറങ്ങും എന്നുള്ളത് വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.